നമസ്കാരം. എയ്സ് ആപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മനോജ് കുമാർ. ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ബഹിരാകാശ ഗവേഷണങ്ങളും അവയുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളെക്കുറിച്ചുമാണ്. നമുക്കറിയാം, 2026 എന്ന് കേൾക്കുമ്പോൾ നാസയുടെയും മറ്റു രാജ്യങ്ങളുടെയും ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ പദ്ധതികളെക്കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വർഷമാണ് 2026. അപ്പോൾ ഓരോ രാജ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങൾക്കും വളരെയേറെ പ്രാധാന്യമുള്ള ഒരു വർഷം തന്നെയാണ് 2026. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ISRO, അതുപോലെ നാസ അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം, അതുപോലെ റഷ്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം റോസ്കോസ്മോസ്, അങ്ങനെ വിവിധങ്ങളായ ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങൾ അവയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ PSC പലപ്പോഴായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പരിചയപ്പെടേണ്ടത് അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ നാസയെക്കുറിച്ചാണ്. PSC ചോദിക്കുന്ന ഒരു ചോദ്യം നാസയുടെ ഫുൾ ഫോം എന്ത് ആണ് എന്നുള്ളതാണ്. നാസയുടെ ഫുൾ ഫോം പറയുമ്പോൾ ഇങ്ങനെയാണ്: നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. അതായത് പലപ്പോഴും ഇങ്ങനെ മറ്റൊരു ഓപ്ഷൻ കൂടി തരാറുണ്ട്. എങ്ങനെ? നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് ഏജൻസി എന്ന്. അപ്പോൾ തീർച്ചയായും കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏജൻസി അല്ല, അവസാനത്തെ എയുടെ ഫുൾ ഫോം അഡ്മിനിസ്ട്രേഷൻ എന്നാണ്. അപ്പോൾ നാസയുടെ ഫുൾ ഫോം എങ്ങനെയാണ് പറയേണ്ടത്? നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. നോക്കൂ, ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ് നാസ. ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ് നാസ. അത് ആരുടേതാണ്? അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ്. എന്നാൽ നാസയുടെ പ്രധാനപ്പെട്ട വിക്ഷേപണ കേന്ദ്രം എന്ന് പറയുന്നത് കെന്നഡി സ്പേസ് സെന്റർ ആണ്. അതെവിടെയാണെന്ന് ചോദിച്ചാൽ അമേരിക്കയിലെ ഫ്ലോറിഡ. നാസയുടെ പ്രധാനപ്പെട്ട വിക്ഷേപണ കേന്ദ്രം കെന്നഡി സ്പേസ് സെന്റർ, ഫ്ലോറിഡ. അപ്പോൾ നാസ ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ്. അത് അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ്. അതിൻ്റെ ഫുൾ ഫോം നമ്മൾ എങ്ങനെ പറഞ്ഞു? നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു. അവരുടെ വിക്ഷേപണ കേന്ദ്രം നമ്മൾ പറഞ്ഞു കെന്നഡി സ്പേസ് സെന്റർ, ഫ്ലോറിഡ. ഇനി നമുക്ക് പരിചയപ്പെടാം നമ്മുടെ സ്വന്തം ISRO എന്ന് വെച്ചാൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISRO ഇങ്ങനെയും അറിയപ്പെടും, ഇസ്രോ. അപ്പോൾ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, ഇസ്രോ എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. അതുകൊണ്ടാണ് ബാംഗ്ലൂരിനെ ബഹിരാകാശ നഗരം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. ISROയുടെ ആസ്ഥാന മന്ദിരത്തിൻ്റെ പേര് ചോദിക്കുമ്പോൾ അന്തരീക്ഷ് ഭവൻ എന്ന് പറയണം. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം, ലോകത്തിലെ തന്നെ ഒരു മികച്ച ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ISRO. എങ്ങനെ പറയുന്നു? ഇസ്രോ എന്നും പറയുന്നു. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. അതുകൊണ്ട് ബാംഗ്ലൂർ നഗരം അറിയപ്പെടുന്നു ബഹിരാകാശ നഗരം എന്നറിയപ്പെടുന്നു. ISROയുടെ ആസ്ഥാന മന്ദിരത്തിൻ്റെ പേരാണ് അന്തരീക്ഷ് ഭവൻ. ഇവിടെ നിന്ന് ശ്രദ്ധിക്കണേ, ഈ ISROയുടെ എംബ്ലമാണിത്. ഒരു വർഷം PSCയുടെ ചോദ്യം ഇങ്ങനെ വന്നു: ISROയുടെ എംബ്ലത്തിൽ കാണപ്പെടുന്ന നിറങ്ങൾ ഏതെല്ലാം? കളേഴ്സ്. ഇതാണ് ഒരു നീല കളറും പിന്നെ ഒരു ഓറഞ്ച് കളറും. മനസ്സിലായല്ലോ? ഇതാണ് ISROയുടെ എംബ്ലം. അപ്പോൾ ISRO ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം. ഓക്കെ. ഇനി CNSA എന്ന് പറയുമ്പോൾ ചൈനീസ് നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് ആ ഫുൾ ഫോം. കൺഫ്യൂഷൻ ആവരുത്. CNSA എന്ന് പറയുമ്പോൾ ചൈനീസ് നാഷണൽ സ്പേസ് ഏജൻസി എന്നായി പോകരുത്. ചൈനീസ് നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. ചൈനയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ് CNSA. ഇനി നമുക്ക് പരിചയപ്പെടാം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച മറ്റൊരു ബഹിരാകാശ ഗവേഷണ സ്ഥാപനം റോസ്കോസ്മോസ്.
റോസ്കോസ്മോസ് എന്ന് പറയുന്നത് റഷ്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ്. എന്നാൽ അതിനേക്കാൾ രസം, ഈ റോസ്കോസ്മോസ് SCERT ടെക്സ്റ്റ് ബുക്കിലൊക്കെ കൊടുത്തിരിക്കുമ്പോൾ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുക കേട്ടോ, RSA എന്ന് വെച്ചാൽ റഷ്യൻ സ്പേസ് ഏജൻസി. അപ്പോൾ റഷ്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം SCERT ബുക്കുകളിൽ എങ്ങനെയാ RSA മീൻസ് റഷ്യൻ സ്പേസ് ഏജൻസി. എന്നാൽ അതിൻ്റെ ശരിയായ പേര് റോസ്കോസ്മോസ് എന്നാണ്. റഷ്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം നമുക്കറിയാം, അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള കിടമത്സരത്തിനിടയിൽ മീൻസ് കോൾഡ് വാറിനിടയിൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ ബഹിരാകാശ നിലയം സ്ഥാപിച്ചത് റഷ്യയാണ്. അവരുടെ ബഹിരാകാശ നിലയത്തിൻ്റെ പേരായിരുന്നു സല്യൂട്ട്. അതിനുശേഷമാണ് അമേരിക്ക ബഹിരാകാശ നിലയം തന്നെ സ്ഥാപിക്കുന്നത്. അതിൻ്റെ പേര് സ്കൈലാബാണ്. അപ്പോൾ അക്കാലത്ത് സോവിയറ്റ് യൂണിയൻ്റെ 1990 വിഭജനം, അപ്പോൾ 1990 സോവിയറ്റ് യൂണിയൻ വിഭജനം തീരുമാനിക്കപ്പെടുന്നത്. 91 ഡിസംബർ 26 സോവിയറ്റ് യൂണിയൻ്റെ വിഭജനം പൂർത്തിയായത്. അതിനു മുമ്പ് സോവിയറ്റ് യൂണിയൻ്റെ വിഭജനം നടക്കുന്നതിന് മുമ്പ് മികച്ച ഒരു നാസയേക്കാൾ മികച്ച ഒരു ബഹിരാകാശ ഗവേഷണ സ്ഥാപനം തന്നെയായിരുന്നു റോസ്കോസ്മോസ്. അപ്പോൾ റഷ്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ് റോസ്കോസ്മോസ് അല്ലെങ്കിൽ RSA. എന്നാൽ റഷ്യയുടെ അല്ലെങ്കിൽ റോസ്കോസ്മോസിൻ്റെ പ്രധാനപ്പെട്ട വിക്ഷേപണ കേന്ദ്രം അത് ബൈക്കന്നൂർ കോസ്മോഡ്രോം. ഈ സ്ഥലം നോക്കി, ബൈക്കന്നൂർ കോസ്മോഡ്രോം. അപ്പോൾ കോസ്മോഡ്രോം ഓക്കെ. അപ്പോൾ ഇതെവിടെയാണ് നോക്കി, കസാക്കിസ്ഥാനിൽ. അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, റഷ്യ എങ്ങനെ കസാക്കിസ്ഥാനിൽ പോയെന്ന്. അങ്ങനെയല്ല. 1990 സോവിയറ്റ് യൂണിയൻ്റെ അവസാനത്തെയും 8ാമത്തെയുമായ പ്രസിഡന്റ് ആയിരുന്ന മിഖായേൽ ഗോർബച്ചേവ്, അദ്ദേഹം ഈ അടുത്ത് അന്തരിച്ചു കേട്ടോ. അദ്ദേഹം സോവിയറ്റ് യൂണിയനെ 15 സ്വതന്ത്ര രാജ്യങ്ങളായി വിഭജിക്കാൻ 1990 തീരുമാനമെടുത്തു. ആ വിഭജനം പൂർത്തിയായത് 91 ഡിസംബർ 26. അതോടുകൂടി സോവിയറ്റ് യൂണിയൻ്റെ വിഭജനം സാധ്യമായതോടുകൂടി ആ രാജ്യം 15 സ്വതന്ത്ര രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു. എന്നാൽ സോവിയറ്റ് യൂണിയൻ്റെ യഥാർത്ഥ അനന്തരാവകാശി പിൻഗാമി റഷ്യ. ആ 15 സ്വതന്ത്ര രാജ്യങ്ങൾ രൂപീകരിക്കപ്പെട്ടു. അതിലൊരു രാജ്യമാണ് കസാക്കിസ്ഥാൻ. അപ്പം സോവിയറ്റ് യൂണിയൻ്റെ ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രമായിരുന്ന ബൈക്കന്നൂർ അങ്ങനെ കസാക്കിസ്ഥാൻ്റെ പ്രദേശത്ത് അകപ്പെട്ടു. അത്രയേ ഉള്ളൂ. എന്നിരുന്നാലും ബൈക്കന്നൂറിൻ്റെ ഉടമസ്ഥതാവകാശം റഷ്യയുടെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ റഷ്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ് റോസ്കോസ്മോസ് അല്ലെങ്കിൽ RSA. റഷ്യയുടെ റോസ്കോസ്മോസിൻ്റെ പ്രധാന വിക്ഷേപണ കേന്ദ്രം ബൈക്കന്നൂർ കോസ്മോഡ്രോം. അതെവിടെയാ? റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രദേശത്തിനുള്ളിലല്ല, പിന്നെ എവിടെയാ? കസാക്കിസ്ഥാനിൽ. എങ്ങനെ റോസ്കോസ്മോസിൻ്റെ വിക്ഷേപണ കേന്ദ്രം കസാക്കിസ്ഥാനിൽ എത്തപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് പരിചയപ്പെടാം ജാക്സ. നോക്കാം. ജാക്സ ജപ്പാന്റെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ്. ജപ്പാന്റെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ജാക്സ. നെക്സ്റ്റ് അതുപോലെ CSA ഫുൾ ഫോം കനേഡിയൻ സ്പേസ് ഏജൻസി. ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം, കാനഡയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ് CSA. അതുപോലെ തന്നെ നോക്കിക്കേ ESA, യൂറോപ്യൻ സ്പേസ് ഏജൻസി. യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന അവരുടേതായ ഒരു ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസി. അഥവാ ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് ESA മീൻസ് യൂറോപ്യൻ സ്പേസ് ഏജൻസി. അതിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടുന്നു. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ എന്ന് പറയുമ്പോൾ സ്വകാര്യ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം സ്പേസ് എക്സ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം സ്പേസ് എക്സ്. അതിൻ്റെ ഉടമസ്ഥൻ ഇലോൺ മസ്ക്. ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ് ഇലോൺ മസ്ക്. അദ്ദേഹത്തിൻ്റെ രാജ്യം അമേരിക്ക. ഇലോൺ മസ്ക് നോക്കൂ, അദ്ദേഹം ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു റെക്കോർഡ് നേടി കേട്ടോ. ലോകത്തിലെ ആദ്യത്തെ ട്രില്യനെയർ
നോക്കൂ, ലോകത്തിലെ ആദ്യത്തെ ട്രില്യനെയർ എന്നറിയപ്പെടുന്നത് ആരെയാണ്? സ്പേസ് എക്സിൻ്റെ ഉടമസ്ഥനായ ഇലോൺ മസ്കിനെ. ഇലോൺ മസ്ക്. ഇനി ഇലോൺ മസ്ക് സ്വന്തമാക്കിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണെന്നറിയോ? ട്വിറ്റർ. ആ ട്വിറ്ററിൻ്റെ പുതിയ എംബ്ലമാണ് എക്സ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ സ്പേസ് എക്സിൻ്റെ ഉടമസ്ഥനായ ഇലോൺ മസ്ക് സ്വന്തമാക്കിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ട്വിറ്റർ. ആ ട്വിറ്ററിൻ്റെ പുതിയ എംബ്ലം എക്സ്. ഇനി ഇലോൺ മസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു EV കാറിൻ്റെ പേര് നോക്കിക്കേ, ടെസ്ല. ടെസ്ല നമ്മുടെ രാജ്യത്ത് വിൽക്കാനുള്ള അനുമതി അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ടെസ്ലയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ചാർജിങ് സ്റ്റേഷൻ എവിടെ സ്ഥാപിതമായി? EV കാറാണല്ലോ. അപ്പോൾ ചാർജിങ് സ്റ്റേഷൻ എവിടെ സ്ഥാപിതമായി എന്ന് ചോദിച്ചാൽ ഹരിയാനയിലെ ഗുർഗാവോൺ. അപ്പോൾ സ്പേസ് എക്സിൻ്റെ ഉടമസ്ഥനായ ഇലോൺ മസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള ടെസ്ല എന്ന് പറയുന്ന EV കാറിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ ചാർജിങ് സ്റ്റേഷൻ ഹരിയാനയിലെ ഗുർഗാവോൺ. അതുപോലെ ഇലോൺ മസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള സാറ്റലൈറ്റ് അധിഷ്ഠിതമായ ഇൻ്റർനെറ്റ് സേവനം സ്റ്റാർലിങ്ക്. നാളുകൾ കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലും മൊബൈൽ ടവറുകളും കേബിളുകളും എല്ലാം അപ്രത്യക്ഷമായിക്കൊണ്ടേയിരിക്കും. അതിന് പകരം നമുക്ക് ആവശ്യമായ ഇൻ്റർനെറ്റ് നേരിട്ട് സാറ്റലൈറ്റുകളിൽ നിന്ന് നേരിട്ട് നമുക്ക് ലഭിക്കാത്ത രീതിയിലുള്ള സാങ്കേതിക വിദ്യകളായിരിക്കും വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇലോൺ മസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള സാറ്റലൈറ്റ് അധിഷ്ഠിതമായ ഇൻ്റർനെറ്റ് സേവനത്തിൻ്റെ പേരാണ് സ്റ്റാർലിങ്ക്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സ്റ്റാർലിങ്കിൻ്റെ പ്രവർത്തനം ഇന്ത്യയിൽ ആരംഭിച്ചു. സ്റ്റാർലിങ്കിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ ഓഫീസ് പ്രവർത്തനക്ഷമമായത് എവിടെയാണെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹി. എവിടെയാണ് സ്റ്റാർലിങ്കിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ ഓഫീസ് പ്രവർത്തനക്ഷമമായത്? ന്യൂഡൽഹി. അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം സ്പേസ് എക്സിൻ്റെ ഉടമസ്ഥൻ ഇലോൺ മസ്ക്. അദ്ദേഹം ഏത് രാജ്യക്കാരനാണ്? അമേരിക്ക. അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള EV കാറാണ് ടെസ്ല. അദ്ദേഹത്തിൻ്റെ സാറ്റലൈറ്റ് അധിഷ്ഠിതമായ ഇൻ്റർനെറ്റ് സേവനത്തിൻ്റെ പേരാണ് സ്റ്റാർലിങ്ക്. അതിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ന്യൂഡൽഹി. ഇനി നമുക്ക് പരിചയപ്പെടേണ്ട കാര്യം, ഓരോ രാജ്യങ്ങൾക്കും ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. അതുപോലെ ഓരോ രാജ്യത്തെയും ബഹിരാകാശ യാത്രികർക്ക് പറയുന്ന പേരുകളും വ്യത്യസ്തമാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇന്ത്യയിൽ ആളുകളെ വിളിക്കുന്ന പേരുകൾ പോലെയാണോ മറ്റു രാജ്യങ്ങളിൽ വിളിക്കപ്പെടുന്നത്? അല്ല, വ്യത്യാസമുണ്ട്. അതുപോലെ ഓരോ രാജ്യത്തെയും ബഹിരാകാശ സഞ്ചാരികളെ വിളിക്കുന്ന പേരും വ്യത്യസ്തമാണ്. അപ്പോൾ ആസ്ട്രോനോട്ട് എന്ന് വിളിക്കുന്നത്, ബഹിരാകാശ സഞ്ചാരികളെ ആസ്ട്രോനോട്ട് എന്ന് വിളിക്കുന്നത് അമേരിക്കയിലാണ്. എന്നാലോ റഷ്യയിൽ ഈ ബഹിരാകാശ യാത്രികരെ വിളിക്കുന്ന പേര് കോസ്മോനോട്ട് എന്നാണ്. ഈ കോസ്മോനോട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. എവിടെ നിന്ന്? കോസ്മോനോട്ട് എന്നല്ല, റോസ് കോസ്മോസ് എന്ന് കേട്ടിട്ടുണ്ട്. റഷ്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ് റോസ് കോസ്മോസ്. അതിൽ നിന്നാണ് കോസ്മോനോട്ട് എന്ന പേര് രൂപപ്പെട്ടത്. അപ്പോൾ അമേരിക്കയുടെ ബഹിരാകാശ യാത്രികരെ വിളിക്കുന്ന പേര് ആസ്ട്രോനോട്ട്. അതുപോലെ റഷ്യയുടെ ബഹിരാകാശ യാത്രികരെ വിളിക്കുന്ന പേര് കോസ്മോനോട്ട്. എന്നാൽ ഇന്ത്യയുടെ ബഹിരാകാശ യാത്രികരെ വിളിക്കുന്ന പേര് കേൾക്കണം നിങ്ങൾക്ക്, വ്യോമോനോട്ട്. അതുപോലെ ചൈനയുടെ ബഹിരാകാശ യാത്രികർ വിളിക്കപ്പെടുന്ന പേര് തൈക്കോനോട്ട്സ്. അതുപോലെ ഫ്രാൻസിൻ്റെ ബഹിരാകാശ യാത്രികരെ ഇങ്ങനെ വിളിക്കാറുണ്ട്, സ്പേഷ്യോനോട്ട്സ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ബഹിരാകാശ യാത്രികരെ വിളിക്കുന്ന പേര് വ്യോമോനോട്ട്സ്, ചൈനയിലാണെങ്കിൽ തൈക്കോനോട്ട്സ്, അല്ലെങ്കിൽ ഫ്രാൻസിലാണെങ്കിൽ സ്പേഷ്യോനോട്ട്സ്, പിന്നെ അമേരിക്കയിലാണെങ്കിൽ ആസ്ട്രോനോട്ട്സ്. അമേരിക്കയിലാണെങ്കിൽ ആസ്ട്രോനോട്ട്സ്, റഷ്യയിലാണെങ്കിൽ കോസ്മോനോട്ട്സ്, ഇന്ത്യയിലാണെങ്കിൽ വ്യോമോനോട്ട്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ, ഓരോ രാജ്യത്തെയും ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങളും അവയുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളും പറഞ്ഞു. അതുപോലെ ഓരോ രാജ്യത്തും ബഹിരാകാശ യാത്രികർ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നും പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഏവർക്കും നന്ദി, നമസ്കാരം.